ജയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. മാസപ്പടി കേസിൽ പിണറായി വിജയനെ പ്രതിയാക്കി അന്വേഷണം വേണമെന്ന് മാത്യു കുഴൽനാടൻ MLA. യഥാർത്ഥ അഴിമതി പുറത്തുവരണമെങ്കിൽ വിജിലൻസ് അല്ലെങ്കിൽ CBI അന്വേഷണം അത്യന്താപേക്ഷിതമാണെന്നും MLA. ഏറെക്കാലമായി പൊതുസമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്ത മാസപ്പടി വിഷയത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മാത്യു കുഴൽനാടൻ MLA. മൂവാറ്റുപുഴയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് MLAയുടെ പ്രതികരണം. മുൻ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് കരിമണൽ കമ്പനിയിൽ നിന്ന് പണം ലഭിച്ചതെന്നും പിണറായി വിജയനുമായുള്ള ബന്ധത്തിന്റെ പുറത്താണ് കമ്പനിയുടമ കർത്ത പണം നൽകിയതെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. ഇതിൽ നടന്നിട്ടുള്ളത് പച്ചയായ അഴിമതിയാണ് എന്നും ഒരു സേവനവും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രിയിൽ നിന്നും ആനുകൂല്യങ്ങൾ പറ്റുന്നതിനു വേണ്ടി, സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ പറ്റുന്നതിനു വേണ്ടി കരിമണൽ കമ്പനി നൽകിയ പണമാണ് ഈ കോടിക്കണക്കിന് രൂപ എന്നും അതുകൊണ്ട് ഇതിൽ അഴിമതി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ആക്ഷേപിക്കുകയും എന്നെ വേട്ടയാടുകയും ഞാൻ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് നിയമസഭയിൽ അടക്കം അതിനെ പ്രതിരോധിക്കുകയും ചെയ്ത CPM-ഉം CPM-ന്റെ നേതാക്കന്മാരും ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മറുപടി പറയണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഫ്രം ദ ഹോഴ്സ് മൌത്ത് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അതായത് നേരിട്ട് കരിമണൽ കർത്തയിൽ നിന്ന് തന്നെ ഒരു സേവനവും നൽകാതെയാണ് ഞങ്ങൾ കോടിക്കണക്കിന് രൂപ നൽകിയത് എന്നും അന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് പണം നൽകിയത് എന്നും സാക്ഷാൽ കർത്ത തന്നെ പറഞ്ഞ നിലയ്ക്ക് ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു തെളിവ് അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഒരു കാര്യം പ്രൂവ് ചെയ്യാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ സംക്ഷിപ്തം എന്ന് പറയുന്നത് ഇത് സേവനത്തിന് വേണ്ടിയിട്ടല്ല, പിണറായി വിജയനുമായുള്ള ബന്ധം അല്ലെങ്കിൽ പിണറായി വിജയനിൽ നിന്നുള്ള സേവനത്തിന് വേണ്ടി നൽകിയ പണമാണ് എന്ന് കരിമണൽ കമ്പനിയുടെ MD ആയ കർത്ത തന്നെ പറയുന്നു. അതാണ് കേരള സമൂഹത്തോട് ഇത്രയും കാലം ഞാൻ പറയാൻ പരിശ്രമിച്ചതും അതിനു വേണ്ടിയിട്ടുള്ള അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടങ്ങളും ഒക്കെയാണ് ഞാൻ നടത്തിയത്. കർത്ത തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഈ വിഷയം മുൻപുന്നയിച്ചപ്പോൾ തന്നെ മോശക്കാരനാക്കാനാണ് ശ്രമം നടന്നത്. എന്നാൽ സത്യം തെളിയിക്കാനുള്ള പോരാട്ടമാണ് താൻ നടത്തിയതെന്നും MLA പറഞ്ഞു. ഞാൻ ഇതില് കണ്ടമാനം ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഐ ഹാഡ് ഗോൺ ത്രൂ തൗസൻഡ്സ് ഓഫ് പേപ്പേഴ്സ്. ആയിരക്കണക്കിന് പേപ്പറുകൾ പരിശോധിച്ച് വ്യക്തമായി കണ്ടെത്തിയ കാര്യങ്ങൾ ജനങ്ങളോട് ഉത്തമ വിശ്വാസത്തോടുകൂടി പറഞ്ഞപ്പോ എന്നെ വേട്ടയാടാനും ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും നിന്നവർ, പ്രത്യേകിച്ച് CPM എന്ന പാർട്ടിയും ആ പാർട്ടിയുടെ നേതാക്കന്മാരും ഇന്ന് ഇതിനെക്കുറിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ മാസപ്പടി എന്ന വിഷയം കേരളം ഏത് നിലയിലാണോ കണ്ടത് അതിന് വലിയൊരു ഇമ്പാക്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അതിനെ ന്യായീകരിക്കാൻ CPM ശ്രമിക്കുന്തോറും അതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രിയും നേതാക്കന്മാരും അത് ന്യായീകരിക്കാൻ ശ്രമിച്ച് അത്രയും CPM പിന്നോട്ട് പോകേണ്ടി വന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന് ലഭിച്ച വലിയ തിരിച്ചടികളിലൊന്ന്, ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു കാരണം അതാണ്. അതുകൊണ്ട് ഞാൻ സന്തുഷ്ടനാണ്. ഞാൻ നടത്തിയ പോരാട്ടങ്ങൾ, ഞാൻ നടത്തിയ നിയമ പോരാട്ടങ്ങളെല്ലാം ഇത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. യഥാർത്ഥ അന്വേഷണം നടക്കേണ്ടത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണമാണ്. അത് ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നു. ഈദർ വിജിലൻസ് ഓർ CBI. ഒന്നുകിൽ വിജിലൻസ് അന്വേഷണം അല്ലെങ്കിൽ CBI അന്വേഷണം നടന്നാൽ മാത്രമേ ഇതിന്റെ അഴിമതിയുടെ കാണാക്കയങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുള്ളൂ. ഒരു കരിമണൽ കമ്പനിക്ക് വേണ്ടി അധികാരത്തിലിരുന്നു കൊണ്ട് ചെയ്തു കൊടുത്ത കാര്യങ്ങളും വഴിവിട്ട കാര്യങ്ങളും അത് കേരളത്തെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ എങ്ങനെ ബാധിച്ചു എന്നതും അതിലെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോഴാണ് പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് വരിക. വിഷയത്തിൽ CPM-ന് എന്താണ് പറയാനുള്ളതെന്ന് വ്യക്തമാക്കണം. വിഷയത്തിലെ യഥാർത്ഥ അഴിമതി പുറത്തുവരണമെങ്കിൽ വിജിലൻസ് അല്ലെങ്കിൽ CBI അന്വേഷണം അത്യന്താപേക്ഷിതമാണ്. അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം നടക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് വരുമെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.